ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് കുട്ടിക്കാലത്തിൽ ക്രഷ് തോന്നിയ കുറച്ച് ആൾക്കാരെ കുറിച്ചാണ്. ഒരു പക്ഷേ നമുക്ക് എല്ലാവർക്കും ബാല്യത്തിൽ അങ്ങനെ ക്രഷ് തോന്നിയ കുറച്ച് പെൺകുട്ടികൾ കാണും, അല്ലെങ്കിൽ വലുതാകുമ്പം ഇത് കണക്കുള്ള ആൾക്കാരെ കല്യാണം കഴിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരിക്കും അല്ലേ. എനിക്ക് അങ്ങനെ ക്രഷ് തോന്നിയത് ഈ ഒരു അയ്യപ്പനും അമ്മയും നെയ്യപ്പൻ ചുട്ടു എന്ന് പറയുന്ന സിനിമയിലെ ഒരു നടികയാണ്. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ ആ പെൺകുട്ടിയാണെന്നല്ല, അതിനകത്ത് ആ പയ്യൻ്റെയും പെൺകൊച്ചിൻ്റെയും അമ്മയായിട്ട് വരുന്നൊരു സ്ത്രീയില്ലേ, അവരോടായിരുന്നു എനിക്ക് ആദ്യം കൊച്ചുനാളിൽ ക്രഷ് തോന്നിയത്. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് കാവ്യമാധവൻ എന്ന് വരുമ്പം വിചാരിക്കും നമ്മുടെ വലിയ കാവ്യമാധവൻ എന്ന് ആണല്ല, നമ്മുടെ കൊച്ചു കാവ്യമാധവൻ, നമ്മുടെ വെണ്ണിലാ ചന്ദനക്കിണ്ണ പാട്ടിനകത്തൊക്കെ കാണിക്കുന്ന അഴകിയ രാവണല്ല കൊച്ചു കാവ്യമാധവൻ. ആ കാവ്യമാധവനോട് എനിക്ക് ഭയങ്കര ക്രഷായിരുന്നു. പിന്നെ ക്രഷ് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ അനന്തഭദ്രത്തിലെ റിമാസൻ, അനന്തഭദ്രത്തിലെ ദിഗംബരൻ്റെ കൂടെ ഡാൻസ് കളിക്കുന്ന പെൺകുട്ടി ഉണ്ടല്ലോ, ആ പെൺകുട്ടി അതീവ സുന്ദരിയായ പെൺകുട്ടി, അതിനെ എടുത്ത് എനിക്ക് ക്രഷ് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ പിന്നെ എനിക്ക് ക്രഷ് തോന്നിയത് നമ്മുടെ ജോസ്കോ ജ്വല്ലറിയുടെ ഒരു പരസ്യം ഉണ്ടായിരുന്നു, ഒരു അഡ്വർടൈസ്മെൻ്റ് ഉണ്ടായിരുന്നു. അതിൽ നടുക്ക് വരുന്ന ആ പെൺകുട്ടി ഉണ്ടല്ലോ, അതീവ സുന്ദരിയായിട്ടുള്ള ആ പെൺകുട്ടി എടുത്ത് എനിക്ക് ക്രഷ് തോന്നി. അതിൻ്റെ പേരെനിക്കറിയാം. പിന്നെ എനിക്ക് ക്രഷ് തോന്നുന്നത് റേച്ചൽ വെയ്സ് ബിനോഡ. അങ്ങനെ പറയാൻ നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയത്തില്ലായിരിക്കും. മമ്മിയിലെ നായിക എന്ന് പറഞ്ഞാൽ അറിയായിരിക്കും. അതെ, മമ്മിയിലെ നമ്മൾ കുട്ടിക്കാലത്ത് കണ്ട മമ്മിയിലെ നായിക ഉണ്ടല്ലോ, അവരോട് എനിക്ക് അതിയായ ക്രഷായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ കുട്ടിക്കാലത്തെ ക്രഷുകളെന്ന് പറയുന്നത്.